ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ടൂറിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആഗ്രയിൽ താജ്മഹലിൽ പോയതായിരുന്നു, ആഗ്ര റെഡ് ഫോർട്ടിലും പോയതായിരുന്നു കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം പോയി വന്നതിന് ശേഷം ഞങ്ങൾ അവിടെ ഞങ്ങളുടെ താമസിക്കുന്ന അവിടെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് രാവിലെ പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം പല വിധത്തിലുള്ളതും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു ഞങ്ങൾ. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയ കുറച്ച് സീൻസാണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. അതായത് മോളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഞാൻ വീഡിയോ എടുത്തതെല്ലാം ഒന്ന് മിസ്സായിരുന്നു, ഫോൺ കേടായതിന് ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ അത് കിട്ടി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടുമാണ് മോളുടെ അമ്മ. ഇവിടെ വാസോട്ടൻ്റെ കൂട്ടുകാരനാണ് അച്ഛൻ. അങ്ങനെ ഞങ്ങൾ ആർമിയിൽ നിന്ന് തന്നെയുള്ള ബന്ധമാണ്. അപ്പോൾ മക്കളൊക്കെ ഒരുമിച്ച് പഠിച്ചതാകൊണ്ട് ആ ബന്ധമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവരുടെ വീട്ടിൽ പോയിട്ടുള്ള കാഴ്ചകളാണ്. അവരവിടെ ഞങ്ങളെ വിട്ടില്ല കേട്ടോ, ഭക്ഷണം കഴിച്ചിട്ടാണ് വിട്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ എടുത്തത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പം പൂരിയും അതുപോലെ 2-3 തരത്തിലുള്ള സബ്ജി, പിന്നെ പായസം, അച്ചാർ, അങ്ങനെ സാലഡ്, അങ്ങനെ കുറേ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിച്ച് രാത്രി 9:30 കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ തിരിച്ചെത്തിയപ്പോൾ, ലോഡ്ജിൽ തിരിച്ചെത്തിയപ്പോൾ. അപ്പോൾ ആ പോരുന്ന വഴിക്ക് തന്നെ വേറൊരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു, മോളുടെ കൂടെ പഠിച്ച, അവരുടെ അടുത്തും പോയി. അങ്ങനെ പിന്നെ എന്താ പറയുക, എല്ലാവരെയും കണ്ട ഒരു സന്തോഷം ആയിരുന്നു. അത് കഴിഞ്ഞ് മോളുടെ കൂടെ പഠിച്ച ഒരു പിന്നെ കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ്റെ വീട്ടിലും പോയി. അങ്ങനെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും കണ്ട് സന്തോഷമായി മടങ്ങി. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം മുറി എല്ലാം പൂട്ടി ലിഫ്റ്റിൽ കയറാൻ പോവുക. ഞങ്ങളിവിടെ ലഗേജൊക്കെ കൊണ്ട് ലിഫ്റ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ മധുരയ്ക്ക് പോവുകയാണ്. ഇവിടെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് മധുരയ്ക്ക് പോവുകയാണ്. വൃന്ദാവനിലേക്കാണ് പോകുന്നത്. അവിടെയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. നേരെ വൃന്ദാവനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഇവിടുന്ന് താഴെ എത്തി കേട്ടോ. മുകളിൽ നിന്നും താഴെ എത്തി. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്ത് അവിടുത്തെ പയ്യന്മാർ തന്നെ നമുക്ക് താഴെ എല്ലാം കൊണ്ടു തന്ന്, എല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. വളരെ നല്ല ഒരു ലോഡ്ജായിരുന്നു ആഗ്രയിൽ. ഏറ്റവും നല്ല ലോഡ്ജ് ആഗ്രയിൽ തന്നെയായിരുന്നു. ഞങ്ങൾ 3 സ്ഥലത്ത് പോയതിൽ വെച്ച് എല്ലാം നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ റിസപ്ഷനിൽ വന്ന് ബാക്കിയെല്ലാം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങളിതാ ഇനി മധുരയിലേക്ക് പോവാണ്. മധുരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വണ്ടി നോക്കുകയാണ്. ആഗ്രയിൽ ഞങ്ങൾ താമസിച്ച സ്ഥലം നല്ല ഒരു സ്ഥലമായിരുന്നു. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. പിന്നെ താജ്മഹലിൻ്റെ അധികം ദൂരത്തല്ലാതെ ആയിരുന്നു ഈ ലോഡ്ജ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വെക്കേറ്റ് ചെയ്തു, റൂം വെക്കേറ്റ് ചെയ്തിട്ട് മധുരയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു മണിക്കൂർ ജേണി ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി മധുരയിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ബായ്, ഇനി മധുരയിൽ പോയിട്ട് അടുത്ത കാഴ്ചകളൊക്കെ കാണിക്കാം. വൃന്ദാവൻ. അപ്പം മക്കൾക്ക് ഇങ്ങനത്തെ റിക്ഷയിൽ തന്നെ പോകണമെന്നും പറഞ്ഞിട്ട് ഇതിൽ പോവുകയാണ് കേട്ടോ. ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ നേരിട്ട് ബസ്സുണ്ട് മധുരയിലേക്ക്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഇതുണ്ട്, അല്ലാത്ത ഇതുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഒരേ സമയത്ത് തന്നെയാണ് എത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതുപോലെയുള്ള റിക്ഷകൾ നിറയുണ്ട്. ഈ റിക്ഷ എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്രോൾ വേണ്ട, ഇലക്ട്രിക്കലാണ് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ തന്നെ പോകുന്നത്. പിന്നെ താജ്മഹലിൻ്റെ അവിടെയെല്ലാം നിറയെ ഉണ്ട് ഇതുപോലത്തെ ഈ റിക്ഷ. പിന്നെ 2 സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടുള്ള സീറ്റുമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ബസ് സ്റ്റാൻഡ് എത്താനായി കേട്ടോ.
അപ്പം അത് കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മധുര ഇറങ്ങി കേട്ടോ. ബസ്സിന് വന്നിട്ട് മധുര സ്റ്റേഷനിൽ ഇറങ്ങി. പക്ഷേ ബസ് കുറച്ച് ലേറ്റായിരുന്നു, അതുകൊണ്ട് കുറച്ച് ലേറ്റായി എത്താൻ കേട്ടോ. അതായത് ഒരു 2 മണിയായപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ശരിക്ക് 1 മണി ഒക്കെ ആകുമ്പോൾ എത്തേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എന്നല്ലാതെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഉച്ചയല്ലേ, നല്ല വിശക്കാൻ തുടങ്ങിയിരുന്നു എല്ലാവർക്കും. രാവിലെ അവിടുന്ന് പോകുന്നതല്ലേ. അപ്പം ഇവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ റൂമിലേക്ക് പോയി. അങ്ങനെ ഞങ്ങളിവിടെ മധുരയിൽ വൃന്ദാവനിലാണ് കേട്ടോ. മധുരയല്ല, വൃന്ദാവൻ. മധുരയിലേക്ക് നാളെയാണ് പോവുക. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ സ്റ്റേ ആണ് വൃന്ദാവനിൽ. അപ്പം ഇവിടെ എത്തി. റൂമെല്ലാം നല്ല റൂമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടേക്ക് കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടയേർഡായിട്ടുണ്ട് എല്ലാവരും കേട്ടോ. ഉച്ചയായി, സമയം 2 മണി 2:30 അപ്പോൾ വന്ന ഉടനെ തന്നെ റൂം എല്ലാം ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് ലേറ്റായി എങ്കിലും അടുത്ത വാങ്ങിക്കൊണ്ടുവന്ന് റൂമിൽ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. അത്രയ്ക്ക് ടയേർഡായിരുന്നു എല്ലാവരും. അപ്പോൾ പിന്നീട് ഞങ്ങൾ റെസ്റ്റ് ഒന്നും എടുക്കാൻ നിന്നില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിഞ്ഞിട്ടൊന്ന് ഇരുന്നു എന്നല്ലാതെ പെട്ടെന്ന് തന്നെ റെഡിയായി. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വൃന്ദാവനിലെ ഈ ലൈറ്റ് ഷോ എല്ലാം കാണാൻ വേണ്ടി തിരിച്ചു വരണമായിരുന്നു. അപ്പോൾ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് വേറെ, അവിടേക്ക് പോകാൻ തുടങ്ങുകയാണ്. ബാങ്കെ ബിഹാരി എന്ന് പറയുന്ന ഒരു കൃഷ്ണൻ്റെ അമ്പലം തന്നെയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ കൃഷ്ണനും രാധയായിട്ടുള്ള അമ്പലമാണ് കേട്ടോ. ജന്മസ്ഥാനം എന്ന് പറയുന്ന സ്ഥലത്താണ് കൃഷ്ണൻ്റെ മെയിനായിട്ടുള്ളത്. ഇത് വൃന്ദാവനാണ്. അപ്പോൾ ഈ വൃന്ദാവൻ്റെ ഉള്ളിൽ ഭയങ്കര നല്ല ഭംഗിയുള്ള ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 8 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വരണം. അപ്പോൾ ബാങ്കെ ബിഹാരി എന്ന് പറയുന്ന അമ്പലത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ തിരക്കൊന്നും പറയണ്ട കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ എങ്ങനെയാണ് അതുപോലെയുള്ള തിരക്കാണ്. പക്ഷേ അത്രയ്ക്കുള്ള ഒരു സംവിധാനമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് അത്രയ്ക്ക് ഒരു കൺട്രോൾ ചെയ്യാനൊന്നും ഒരു ഇതില്ല കേട്ടോ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ഒരുപാട് നടന്ന് വേണം അങ്ങോട്ട് പോകാനും ഉള്ളിലേക്ക്. പക്ഷേ ഉള്ളിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഭയങ്കര തിരക്കാണ്. അപ്പോഴൊന്നും നമുക്ക് ലൈനിൽ നിന്ന് തൊഴുകാനുള്ളിലേക്ക് പറ്റില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഉള്ളിലേക്ക് കാണാൻ പറ്റിയില്ല. അവിടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത് മുഴുവനും. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ബാങ്കെ ബിഹാരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കുറി തൊടിയിലിരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. മോളുടെ മക്കൾ ആദ്യം പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് കുറി ഇടണം, സ്പെഷ്യലായിട്ടൊരു കുറിയാണെന്ന്. പക്ഷേ അവർ വിചാരിച്ച പോലത്തെ ഒരു കുറി ആയില്ല. അവർ വേറെ ആയിരുന്നു വിചാരിച്ചത്. അത് ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളെ വന്ന് കുറി ഇടിയിക്കുകയാണ്. നമ്മൾ പറയും കൂടിയും വേണ്ട, അതിൻ്റെ മുന്നേ ഇവർ കുറിയായിട്ട് വരികയാണ്. കുറേ പേര് ഇതിനെ സജ്ജരായിട്ട് നിൽക്കുകയാണ് അവിടെ. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ കുറി തൊട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരെയും കുറി അവർ തൊടിച്ചു. അത് ഇവിടുത്തെ ഒരു ചടങ്ങ് പോലെയാണ്. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ. അങ്ങനെ ഈ കുറിയെല്ലാം നമ്മളെ ചെല്ലുന്ന ഉടനെ തന്നെയാണ് തൊടിക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ ദൂരം ഉള്ളിലേക്ക് നടന്നാലാണ് ഈ ബാങ്കെ ബിഹാരി എന്ന് പറയുന്ന അമ്പലം. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ അടുത്ത് വരെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് തൊഴുതിട്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് തന്നെ പോകേണ്ടി വരും കാരണം വൃന്ദാവനിലെ ലൈറ്റ് ഷോ കാണുന്നത് ഒരു മെയിൻ കാഴ്ചയാണ്. വളരെ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറിയെല്ലാം തൊട്ടു. പിന്നെയും ഞങ്ങൾ കുറേ ദൂരം നടന്നു. പിന്നെ ഇവിടെ കഴിക്കാനൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, മക്കളുടെ ഫേവറേറ്റൊക്കെ കേട്ടോ. അപ്പം അവർക്ക് അതും കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം പോയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇന്ന് തൊഴുകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളത് പിന്നീടാവാം എന്ന് വിചാരിച്ച് അവിടുന്ന് പോരുകയാണ് ചെയ്തത്. കാരണം നമുക്ക് സമയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് പിന്നെ അവിടെ എല്ലാം കണ്ട് തിരിച്ചു പോരുമ്പോൾ മക്കൾക്ക് കഴിക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കഴിച്ചു. പിന്നെ ഇവിടുത്തെ പ്രത്യേകതയാണത്രേ ആലു ചാട്ടും അതുപോലെ ഈ ലസ്സിയും ഒക്കെ. ഈ മക്കൾ ഈ യൂട്യൂബിലെല്ലാം കണ്ടിട്ട് അവർക്ക് ഇതെല്ലാം അറിയുമായിരുന്നു കേട്ടോ, ഈ കുറിയിടുന്ന കാര്യമെല്ലാം, അതുപോലെ തന്നെ ഈ കഴിക്കേണ്ട കാര്യം. അങ്ങനെ ഇവർ ഇവിടുന്ന് ആലു ചാട്ട് വേണം എന്ന് പറഞ്ഞു. പിന്നെ ലസ്സി,
അതെല്ലാം വാങ്ങിയിട്ട് കഴിച്ചു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വൃന്ദാവനിലേക്ക് പോയി. അവിടെ ഇതിനോടകം ഭയങ്കര തിരക്കായിരുന്നു. അവിടുത്തെ കാഴ്ചയൊന്നും പറയണ്ട കേട്ടോ, അത്രയ്ക്ക് മനോഹരമായിരുന്നു അവിടുത്തെ കാഴ്ച. ഏറ്റവും എനിക്കല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് വൃന്ദാവനിലെ കാഴ്ചകളാണ്. വളരെ മനോഹരമായിരുന്നു. പിന്നെ ഏറ്റവും രസമെന്ന് പറയുന്നത് കൃഷ്ണനും രാധയുമായിട്ടുള്ള പലതരത്തിലുള്ള വിഷ്വൽസ് ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ കൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ പല കാലിൽ മേയ്ക്കുന്നതും അതുപോലെ ഓടക്കുഴൽ വിളിക്കുന്നതും തോഴിമാരോടൊത്ത് കളിക്കുന്നതും അങ്ങനെ പല പല വിഷ്വൽസും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ല ലൈറ്റ് ഷോയോടുകൂടി കാണിക്കുമ്പോൾ വളരെ നമുക്ക് ആ ഒരു അവിടെ എന്താ പറയുക, വൃന്ദാവനിൽ പോയ ഒറിജിനൽ വൃന്ദാവൻ പോലെ തന്നെ വൃന്ദാവനിലെ ലൈറ്റ് ഷോ കണ്ടു. നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ മധുരയിലേക്ക് പോവുകയാണ്. കൃഷ്ണൻ്റെ ജന്മസ്ഥാനിലേക്ക് പോവുകയാണ് കേട്ടോ. ജന്മസ്ഥാനം ഇവിടെ പ്രേം മന്ദിർ എന്നാണ് പറയുക. ജന്മസ്ഥാനത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. എല്ലാവരും റെഡിയായി. 7 മണിയായി കേട്ടോ. ഞങ്ങളിതാ എല്ലാവരും റെഡിയായി കേട്ടോ. എല്ലാവരും റെഡിയായിട്ട് പോവുകയാണ്. 7 മണിയായിട്ടേ ഉള്ളൂ സമയം. ഇതാ ലഗേജൊക്കെ റെഡിയായി, എല്ലാം പാക്ക് ചെയ്തു. രാവിലെ ഫ്രഷായി. അപ്പോൾ ഇനി അമ്പലത്തേക്ക് പോവുകയാണ്. ഇനി അവിടെ പിന്നെ ഫോണൊന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. മധുര ജന്മസ്ഥാനിൽ അവിടെ കുറച്ച് സ്ട്രിക്റ്റാണ്. അപ്പോൾ അങ്ങനെ വൃന്ദാവനിലെ റൂമും വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഇതാ പുറത്തിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇനി നേരെ പോകുന്നത് ഞങ്ങൾ മധുരയിലെ ജന്മസ്ഥാൻ, കൃഷ്ണൻ്റെ രാധയുടെയും അമ്പലം തന്നെ ജന്മസ്ഥാനുണ്ട്, അവിടേക്കാണ് പോകുന്നത്. അവിടെ ഭയങ്കരമായിട്ട് ഇതാണ് കേട്ടോ, ഒന്നും എടുക്കാൻ പറ്റിയില്ല അവിടുന്ന്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. വണ്ടിയെല്ലാം ടാക്സി എല്ലാം പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ കാണുന്നത്. മധുര റെയിൽവേ സ്റ്റേഷനാണിത്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഇവിടുന്ന് 2 മണിക്കൂർ യാത്രയേ ഉള്ളൂ ഡൽഹിയിലേക്ക്. അപ്പം ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങളിതാ മധുരയിൽ നിന്നും ട്രെയിനിൽ ഡൽഹിയിൽ വന്ന് ഇറങ്ങി.
വന്നിട്ട് ഇതാ നമ്മൾ ബുക്ക് ചെയ്ത റൂം തുറന്നകത്ത് കയറാൻ പോവുക കേട്ടോ. അപ്പോൾ അവിടെയും റൂമെല്ലാം കിട്ടിയത് നല്ലതായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിൽ ഡൽഹിയിലെ ഫുള്ള് കാഴ്ചകളായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യത്തെ പാട്ടും കാണാൻ ശ്രമിക്കണം എല്ലാവരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഡൽഹിയിലെ കാഴ്ചകളായിട്ട് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യണം. അതായത് പോയിൻറ്റ്സ് ഉണ്ട്, അതൊന്ന് തരാനും കൂടി മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.